ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് എടുക്കുക. ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ആരെങ്കിലും ഒരാളെ ചാറ്റ് അങ്ങോട്ട് എടുക്കുക. ചാറ്റ് എടുത്തിട്ട് നിങ്ങൾ സൈഡിലുള്ള ഈ പ്ലസ് ബട്ടൺ നിൽക്കുമ്പോൾ ഇമാജിൻ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൽ കയറിയിട്ട് ഫോർ എക്സാമ്പിൾ ലാബ്രഡോർ റിട്രീവർ സിംഗിങ് എ സോങ് എ ഗിറ്റാർ. ഓക്കെ, അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് വേണ്ട ഇങ്ങനൊരു ഇമേജ് വന്ന്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണേൽ ആ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യാം. വേറെ ഇമേജസ് ഉണ്ടോ എന്നുള്ളത് റീജനറേറ്റ് ചെയ്തിട്ട് വേറെ ഇമേജ് റീജനറേറ്റ് ചെയ്യാം. കണ്ട സെറ്റ്. ഇനിയിപ്പോൾ അതിന് നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യണമെങ്കിൽ ഈ അനിമേറ്റ് ബട്ടണിൽ ഞെക്കിയാൽ അതിനെ ഇങ്ങനെ അനിമേറ്റ് ചെയ്ത് തരും. കണ്ട സെറ്റല്ലേ? ഇത് ചാറ്റിൽ മാത്രമല്ല, നിങ്ങൾക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലും ഇങ്ങനെ ഇമാജിൻ എന്ന സംഭവം വന്ന് കിടക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം സംഭവം അവിടെയും ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്റ്റോറി ആക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ സംഭവം ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് കാണുന്നില്ല. ബിക്കോസ് ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ബീറ്റാ വേർഷൻ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ബീറ്റാ വേർഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് ആപ്പ് സ്റ്റോർ എടുത്ത് ഇൻസ്റ്റാഗ്രാം എടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ആ ആപ്പിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആപ്പ് സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം കാണും. അതിനകത്ത് ജോയിൻ ദ ബീറ്റ എന്ന് പറയുന്ന സംഭവത്തിൽ ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റാ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സ്ലോട്ട് ഫുൾ ആയെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇങ്ങനെ കാണിക്കും. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ പല ആപ്പുകൾക്കും ഇങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.